സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 11 മരണം. സംസ്ഥാനത്താകെ ഇന്ന് പനി ബാധിതരുടെ എണ്ണം 12,204 ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി 438 പേർ ചികിത്സ തേടിയപ്പോൾ 173 പേർക്ക് ഡെങ്കിപ്പനിയും 22 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 4 പേർക്ക് കോളറയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റൂഷിപ്പാലുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റൂഷിപ്പാൽ, പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്, പനി കിടക്കയിൽ വിറച്ചു നിൽക്കുകയാണ് കേരളം. എന്തൊക്കെയാണ് ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ? ഇന്ന് സംസ്ഥാനത്ത് പനി കൂടുതൽ പേർക്ക് പകർന്ന വിവരങ്ങളാണ് ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും 12,204 പേരാണ് ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത്. അതിൽ 173 പേർക്കും ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി വ്യാപകമായി പടരുന്നുണ്ട്. 44 പേർക്ക് H1N1 റിപ്പോർട്ട് ചെയ്തു. അതിനപ്പുറത്തേക്ക് ഭീതിപ്പെടുത്തുന്നത് തിരുവനന്തപുരത്ത് വീണ്ടും കോളറ ബാധ സ്ഥിരീകരിച്ചു എന്നതാണ്. തിരുവനന്തപുരത്ത് നേരത്തെ കോളറ സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ തന്നെയാണ് വീണ്ടും കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 പേർക്ക് കൂടിയാണ് കോളറ സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 12ആയി. രോഗലക്ഷണങ്ങളുമായി 9 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഒപ്പം നേരത്തെ നെയ്യാറ്റിൻകരയിൽ 26-കാരൻ കോളറ ലക്ഷണങ്ങളോട് മരിച്ചിരുന്നു. അത് കോളറ സംശയിക്കുന്ന ഒരു മരണമായാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2017 സംസ്ഥാനത്ത് അവസാനമായി കോളറ ബാധിച്ച് ഒരു മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു ആശങ്കയുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇനി കൂടുതൽ കോളറ ക്ലസ്റ്ററുകൾ രൂപപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതിനൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക റാപ്പിഡ് ടീമും DMO നേതൃത്വത്തിൽ നേരത്തെ രൂപീകരിച്ച് അവിടെ പ്രദേശത്ത് നെയ്യാറ്റിൻകരയിൽ ഈ കെയർ ഹോമിന് പരിസരത്തൊക്കെ ശുചീകരണവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണം അടക്കം നടത്തിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസക്കാലമായി പനി അനിയന്ത്രിതമായ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ